ഈ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അത് വളരെ വിശിഷ്ടമായ അല്ലെ അനന്യമായ കഴിവുകളാണ്. പഴയ നിയമത്തിൽ വിശ്വാസികൾക്ക് അങ്ങനെയുള്ള വിശിഷ്ടമായ യുണീക്ക് അല്ലെങ്കിൽ അനന്യമായ കഴിവുകൾ എല്ലാ വിശ്വാസികൾക്കും കൊടുത്തിരുന്നില്ല. സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് കർത്താവ് ചുരുക്കം ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ആത്മാവ് അവരിൽ അയച്ച് അവർക്ക് ചില പ്രത്യേക കഴിവുകൾ, അതിനു മുൻപ് അവർ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അതിനു മുൻപ് അവർ കണ്ടിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രത്യേക കഴിവ് ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ പഴയ നിയമത്തിൽ 1, 2, 3 അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് പ്രത്യേക, ദാറ്റ് മീൻസ് പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് ചെയ്യേണ്ട കഴിവുകൾ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ 1, 2 കാര്യങ്ങൾക്കാണ് കൊടുക്കപ്പെട്ടത്. പുതിയ നിയമത്തിൽ സഭയുടെ കംപ്ലീറ്റ് ആ ടീം വർക്കിന് വേണ്ടി ആവശ്യമുള്ള നൂറുകണക്കിന് കൃപാവരങ്ങൾ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സോ പഴയ നിയമത്തിലും കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലുള്ള കൃപാവരങ്ങൾ വളരെ വിശിഷ്ടമായതും അനന്യമായതാണ്. അത് വേറെ ഒരു യുഗത്തിൽ, ഇത് കഴിഞ്ഞുള്ള യുഗത്തിൽ, ഇതിനു മുൻപുള്ള യുഗത്തിൽ അങ്ങനെ ഇത്രയും വിശിഷ്ടമായ ദൈവത്തിന്റെ ഗിഫ്റ്റ് ഇല്ലായിരുന്നെന്നുള്ള